അടുത്തതായി നമ്മുടെ വിശിഷ്ടാതിഥിയായി ഇവിടെ എത്തിയിട്ടുള്ള പ്രശസ്ത സിനിമ സീരിയൽ താരം ശ്രീ നസീർ സംക്രാന്തി സർ ആണ്. മഴവിൽ മനോരമയിലെ തട്ടിയും മുട്ടിയും എന്ന ഫാമിലി കോമഡി സീരിയലിൽ കൂടി തട്ടിയും മുട്ടിയും എന്ന ഫാമിലി കോമഡി സീരിയലിൽ കൂടി ജനഹൃദയങ്ങൾ കീഴടക്കിയ അദ്ദേഹം ടെലിവിഷനിലെ മികച്ച ഹാസ്യ താരത്തിനുള്ള സംസ്ഥാന ടെലിവിഷൻ അവാർഡ് ഉൾപ്പെടെ നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ വ്യക്തിത്വമാണ്. നമ്മുടെ ഈ പ്രോഗ്രാമിന് ക്ഷണിക്കാനായി നസീർ സംക്രാന്തി സാറിനെ സമീപിച്ചപ്പോൾ തന്നെ വളരെ സന്തോഷത്തോടെ പങ്കെടുക്കാമെന്ന് സമ്മതിക്കുകയും കൃത്യസമയത്ത് തന്നെ ഈ വേദിയിൽ എത്തിച്ചേരുകയും ചെയ്ത ശ്രീ നസീർ സംക്രാന്തി സാറിനെ 2 വാക്ക് സംസാരിക്കുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എനിക്ക് പ്രസംഗം വശമുള്ളൊരു മേഖലയല്ല, അതൊരു നല്ല കലയാണ്. എത്രയോ പേര് ഇവിടെ പ്രസംഗിക്കാൻ ഇരിപ്പുണ്ട്, അതുകൊണ്ട് വലിയൊരു പ്രസംഗമൊന്നും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. എന്തായാലും ഈ മനോഹരമായ വേദിയിൽ റെയിൻബോ മ്യൂസിക് സ്കൂളിൻ്റെ 5ാമത് വാർഷികത്തിന് എന്നെ ക്ഷണിച്ചതിന് ഇതിൻ്റെ ഭാരവാഹികൾക്കുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഇതിൻ്റെ ക്യാപ്ഷൻ തന്നെ നല്ല രസമുള്ളതാണ്. കലയാകട്ടെ ലഹരി. നല്ലൊരു ക്യാപ്ഷനാണത്. കലയാകണം ലഹരി. ഈ കലയെന്ന് പറയുന്നത് നമുക്ക് ചുമ്മാ കിട്ടുന്ന ഒരു സാധനമല്ല, അത് നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേരുന്ന ഒരു സംഭവമാണ്. അതിനെ വളർത്തിയെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അതിന് കഴിവുള്ള കുട്ടികൾ ആണ് എന്ന് മാതാപിതാക്കൾക്ക് തിരിച്ചറിഞ്ഞാൽ അവരെ വളർത്തി നല്ലൊരു കലാകാരനും കലാകാരിയാക്കാൻ നിങ്ങൾക്കൊക്കെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് കലാപരമായിട്ട് യാതൊരു കഴിവുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല ആരും. ഇത് ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ പഠിക്കുവാനും അത് പഠിപ്പിക്കുവാനും ഒക്കെയുള്ള സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് അങ്ങനെ പ്രോത്സാഹിപ്പിക്കാനോ അത് പഠിപ്പിക്കാനുള്ള കഴിവ് എൻ്റെ കുടുംബത്തിനും ഇല്ലായിരുന്നു. അതുകൊണ്ട് ആ ഒരു മേഖലയിലേക്ക് എനിക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. കല നല്ലതാണ്. കലയിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കാനുണ്ട്. കായികം പോലെ തന്നെ കലയിൽ. കല എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിക്കും തോറും അറിവുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കലയാണ് കല എന്ന് പറയുന്നത്. ഞാനീ പറയുന്ന പോലെ സംഗീതം പഠിക്കാനായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു 6, 7, 8 വയസ്സൊക്കെ ആയപ്പം സംഗീതം പഠിക്കണമെന്ന് പറഞ്ഞൊരു ക്ലാസ്സിൽ ചെന്നു. ഒരു ടീച്ചർ അടുത്ത് ചെന്നു, ദക്ഷിണ വെച്ച് 1 മാസമേ പഠിച്ചുള്ളൂ. അത് കഴിഞ്ഞ് തിരിച്ചവിടുന്ന് പോകുന്നു. അത് കഴിഞ്ഞ് നൃത്തം പഠിക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി വേറൊരു ടീച്ചർ അടുത്ത് ചെന്നു. അതും 1 മാസമേ പോയുള്ളൂ. അവിടെ നിന്ന് പോയി. അത് കഴിഞ്ഞ് തബല വായിക്കണം എന്നുള്ള ആഗ്രഹം തോന്നിയപ്പോൾ ഈ ഗാനമേളയ്ക്കൊക്കെ തബല വായിക്കുന്നതായിട്ട് ഒരു അത്ഭുതമായിട്ട് തോന്നി. അത് പഠിക്കണമെന്ന് ചെന്നു. അത് ഞാൻ 1 മാസമേ പഠിച്ചുള്ളൂ. അവിടെ നിന്നും പോന്നു. വേറൊന്നും കൊണ്ടല്ല, 1 മാസം ആകുമ്പോൾ ഫീസ് കൊടുക്കണം. അതില്ലാത്തത് കൊണ്ടാണ് ഈ 1 മാസമായിട്ട് നിർത്തി ഇങ്ങ് പോകുന്നത്. ഈ തുടക്കത്തിൽ ചെല്ലുമ്പം 1 രൂപയും വെറ്റയും പാക്കലും പണി തീരും. അപ്പം 3 രൂപ മൊത്തം ഉണ്ടാക്കിയാൽ മതി. മറ്റൊന്ന് പറഞ്ഞാൽ ഫീസ് കൊടുക്കണം. അതിനുള്ള നിവൃത്തി എൻ്റെ കുടുംബത്തിനും ഇല്ല. കാര്യം എൻ്റെ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ വാപ്പ മരിച്ചു പോയതാണ്. പിന്നെ ഉമ്മയാണ് എന്നെ വളർത്തിയത്. പല വീടുകളിലൊക്കെ വീട്ടുപണികളൊക്കെ ചെയ്താണ് എന്നെ വളർത്തിയത്. അന്നൊന്നും ഈ കലാപരമായിട്ടുള്ള കഴിവുകളുണ്ടോ എന്നും എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ അത് എങ്ങനെയാണ്, എവിടെയാണ്, അതിനുള്ള വേദികളോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാനൊരു ചെറിയ ഒരു സ്കിറ്റ് ഈ ടി വിയിലല്ല, അന്ന് കാസറ്റ് കലാഭവൻ്റെയൊക്കെ ഇറങ്ങുമായിരുന്നു. അത് കണ്ടിട്ട് ഞാൻ ആ സ്റ്റേജിൽ അവതരിപ്പിച്ചപ്പോൾ ആ സ്കൂളിലെ ദേവസ്യ സാർ എന്ന് പറയുന്നൊരു സാറാണ് ഇതിൽ കലയുണ്ട് ഇവനിൽ, ഇത് പഠിപ്പിക്കണം എന്ന് പറഞ്ഞ് എന്നെ പ്രോത്സാഹിപ്പിച്ചതും വീട്ടുകാരെ പറഞ്ഞേൽപ്പിച്ചതും. പക്ഷേ മുമ്പോട്ട് പഠിത്തമൊന്നും നടന്നില്ല. അതാ വഴിക്ക് അങ്ങ് പോയി. കാര്യം ജീവിതമാണല്ലോ ഏറ്റവും വലിയ ബുദ്ധിമുട്ടായ ഒരു കാര്യം. വീട്ടിൽ ആഹാരം ഉണ്ടാക്കുക, അത് കഴിക്കുക, അതിനുവേണ്ടി പൈസ കണ്ടെത്തുക. അപ്പം 5ാമത്തെ ക്ലാസ്സിൽ തന്നെ എൻ്റെ പഠിത്തം പൂർത്തിയായതാണ്. പിന്നെ വീടിന് വേണ്ടിയിട്ടുള്ള അലച്ചിലായിരുന്നു. പല ജോലികളും ചെയ്തു, ഒരുപാട് ജോലികൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ എൻ്റെ പല ഇൻ്റർവ്യൂകളും പറഞ്ഞിട്ടുള്ളതാണ്. വീണ്ടും അതിവിടെ ആവർത്തിക്കുന്നില്ല. പിന്നെ ഒരു മാറ്റം വന്നത് എന്ന് പറയുന്നത് ഒരു 10, 16, 17 വയസ്സൊക്കെ ആകുമ്പോഴാണ്. ഈ കല കാണാൻ വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിലും പോകും. അമ്പലപ്പറമ്പിലും ഒക്കെ പോയി പരിപാടികൾ കാണാൻ പോകും. ഇതിലേക്ക് ഇറങ്ങി ഇതിലൊന്ന് പങ്കാകണമെന്ന് ഒരുപാട് മോഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കലാഭവനിൽ ചെന്ന് അച്ഛനോട് ചോദിച്ചു, ആവേലച്ഛനോട് ചോദിച്ചോ, പറഞ്ഞു അങ്ങനെ പെട്ടെന്നൊന്നും വന്നാൽ കിട്ടിയില്ല. അത് പിന്നീട് എന്തെങ്കിലും നിങ്ങൾ ചെയ്യുമെന്ന് കാണിച്ചു തരാമെങ്കിൽ, അന്ന് ഇതേപോലെ മൊബൈലൊന്നും ഇല്ലല്ലോ, ഷൂട്ട് ചെയ്തിട്ട് ഇത് ഞാൻ ചെയ്തതാണ്, ഇതാണെന്ന് കാണിച്ചു വെക്കാൻ മൊബൈൽ ഇല്ലാത്തൊക്കെ സമയം. അങ്ങനെ
അങ്ങനെ പല സ്ഥലത്തുനിന്നും അങ്ങനെ ഒന്നും നല്ല ഒരു പ്രചോദനം കിട്ടിയ രീതിയിൽ എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ എങ്ങനെയോ എനിക്കറിയില്ല എവിടെ നിന്നാണ് ഈ ജനങ്ങളെ ചിരിപ്പിക്കാൻ പറ്റുന്ന ഒരു കല വന്ന് ചേർന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ അതിലേക്ക് ഇങ്ങനെ ഇറങ്ങി ഒരു 30 വയസ്സൊക്കെ ആയപ്പോഴാണ് ഈ തട്ടിയും മുട്ടിയും എന്ന് പറയുന്ന സീരിയൽ മലയാള മനോരമ മഴവിൽ മനോരമയിൽ ഇങ്ങനെ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ അകത്ത് KPC ലളിത ചേച്ചി, മഞ്ജു പിള്ള, ജയകുമാർ ചേട്ടൻ ഈ തൊട്ടടുത്ത കരുനാഗപ്പള്ളിയിലുള്ള ആളാണ്. ഇവരൊക്കെ ആ 2 കുട്ടികൾ, ഇവർ 5 പേരേ ഉള്ളൂ അതിൽ. അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതം തോന്നി. ഇതിൻ്റെ അകത്ത് എങ്ങനെയും ഒന്ന് ചെന്നൊരു വേഷം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു. അങ്ങനെ അതിൽ വേഷത്തിന് വേണ്ടിയിട്ട് മനോരമയിൽ ഞാൻ ഒരു ദിവസം ചെന്നു. അതിൻ്റെ ഡയറക്ടർ ഉണ്ണി എന്ന് പറയുന്ന ഒരാളായിരുന്നു. ഞാൻ ആ സാറിനെ ചെന്ന് കണ്ടിട്ട് സാറിന് ചോദിച്ചു, സാറേ എനിക്ക് ഇതിലൊരു വേഷം തരാമോ എന്ന് ചോദിച്ചപ്പോൾ ആ സാറ് പറഞ്ഞു, ഇതിൽ മൊത്തം 5 പേരേ ഉള്ളൂ, ഇനി പുതിയ ഒരാളെ എടുക്കാനായിട്ടുള്ള സാധ്യതയില്ല, അതുകൊണ്ട് നമ്പർ തന്നിട്ട് പൊക്കോളൂ. അപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് മൊബൈലില്ല. എൻ്റെ അടുത്ത വീട്ടിലുള്ള നമ്മുടെ ഒരു ചേച്ചിയുടെ നമ്പർ അവിടെ കൊടുത്തു. എന്തെങ്കിലും വേഷം വരുവാണെങ്കിൽ വിളിച്ചാൽ മതി എന്നും പറഞ്ഞാൽ നമ്പർ അവിടെ കൊടുത്തിട്ട് ഞാൻ പോയി. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് മനോരമ എന്നൊരു വിളി വന്നു. അടുത്ത ദിവസം ഷൂട്ടിംഗ് ഉണ്ട്, ഒരു സീനേ ഉള്ളൂ, വരാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വരാമെന്ന്, എപ്പോൾ വന്നെന്ന് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞ് പിറ്റേന്ന് എൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ച് അവന് 100 രൂപയ്ക്ക് എണ്ണ അടിച്ചു കൊടുത്ത് അവൻ്റെ സ്കൂട്ടറിൻ്റെ പുറകിലിരുന്ന് ഞാൻ നേരെ മനോരമ ചെന്നു. മനോരമ ചെന്നപ്പം അന്ന് ഈ കമലാസനൻ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്, പക്ഷേ പേര് അതല്ലായിരുന്നു, വേറെ എന്തോ ഒരു പേരായിരുന്നു. അപ്പം ഞാൻ കമലഹാസനെ ഇമിറ്റേറ്റ് ചെയ്യാൻ കാരണം അതേ മുഖമുള്ള, അതേ മുടി ഇങ്ങനെ വെച്ച, അതേ മീശയുള്ള ഒരാളെ ഞാൻ നേരത്തെ ഞങ്ങളുടെ നാട്ടിൽ കണ്ടിട്ടുണ്ട്. രാഷ്ട്രീയക്കാരനാണ്, പ്രത്യേകിച്ച് ഒരു പണിക്കും പോവില്ല, ഇങ്ങനെ ഇറങ്ങി നടക്കുക, ഒരു ദിവസം എങ്ങനെയൊക്കെ തള്ളി നീക്കി വൈകുന്നേരം ആകുമ്പോൾ വീട്ടിൽ ചെല്ലുക, ഭാര്യയുടെ നിന്ന് 2 തെറി കേൾക്കുക, തിരിച്ച് വീട്ടിൽ പോവുക. ഇതാണ് പുള്ളിയാണ്. രാവിലെ വെള്ളയൊക്കെ ഇട്ട് ഇറങ്ങുന്ന ഒരു പാർട്ടിയാണ്. കക്ഷത്തിൽ ഒരു പേപ്പറും കാണും, ഞാൻ ഡയറി ആക്കി എന്നുള്ള പേപ്പറും കാണും. അപ്പോൾ ഞാൻ എൻ്റെ ഡയറക്ടറോട് പറഞ്ഞു, ഇങ്ങനെ ഒരു ക്യാരക്ടറുണ്ട് ഞങ്ങളവിടെ, പുള്ളിയുടെ പേര് ഞാൻ പറയത്തില്ല, പക്ഷെ അതേപോലെ ഒന്ന് ആക്കി എടുക്കാമെങ്കിൽ ഞാൻ ആ രീതിയിൽ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ നിർബന്ധത്തിലാണ് ആ ഒരു മുടി അങ്ങനെ പുറകോട്ട് ചെയ്യി ഇങ്ങനെ വെച്ച് ഒരു കുഞ്ഞു മീശയൊക്കെ വരച്ച് പേര് കമലഹാസൻ എന്ന് വിട്ടു. ദൈവാനുഗ്രഹം എന്ന് വേണേൽ പറയാം. ആദ്യത്തെ ഒറ്റ ഷോട്ടിൽ തന്നെ അത് റെഡിയായപ്പോൾ KPC ലളിത ചേച്ചിക്കാണ് ആദ്യം ഇഷ്ടപ്പെട്ടത്. അവരൊക്കെ എത്രയോ വലിയ നടന്മാരുടെ കൂടെ അഭിനയിച്ചു വന്ന ഒരു കലാകാരിയാണ്. ഒരു മോനെ പോലെയാണ് എന്നെ സ്നേഹിച്ചത്. അന്ന് തന്നെ മനോരമ നേരിട്ട് വിളിച്ച് പറയായിരുന്നു, ഈ പുള്ളിക്കാരനെ വിടരുത്, ഈ പുള്ളിക്കാരനെ നിർത്തണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് തട്ടിമുട്ടിയിൽ എന്നെ ആദ്യമായിട്ട് വിളിക്കുന്നത്. അന്ന് എനിക്ക് ഏതാണ്ട് 500 രൂപ ശമ്പളവും കിട്ടി. 500 രൂപ അല്ല അവിടെ പ്രശ്നം, അതിലൊരു അഭിനയിക്കുക എന്ന് പറയുന്നതായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം. അതങ്ങനെ 11 വർഷത്തോളം നീണ്ടു നിന്നു. ഒരു ദിവസം 2 ദിവസമായി, 2 ദിവസം 3 ദിവസമായി, 3 ദിവസം 5 ദിവസമായി. പിന്നെ നമ്മളില്ലാതെ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിൽ വന്നു. കാര്യം നമ്മളവിടെ സ്ക്രിപ്റ്റ് നോക്കിയിട്ടല്ല അഭിനയിക്കുന്നത്, സ്ക്രിപ്റ്റിലെ ത്രെഡ് മാത്രം മനസ്സിലാക്കിയിട്ട് ബാക്കി നമ്മുടെ കയ്യിൽ നിന്നിട്ടിട്ട് ചെയ്യാൻ. അത് അന്നേരം എവിടുന്നേലുമൊക്കെ ദൈവം കൊണ്ട് തരും. ജീവിതമാർഗ്ഗമാണ്, അത് ദൈവത്തിനറിയാം. നീ ഇതുകൊണ്ടാണ് ജീവിക്കാനുള്ളത്, അതുകൊണ്ട് നിനക്ക് ഇട്ട് തരികയെന്ന് പറഞ്ഞിട്ട് അതങ്ങ് ചെയ്തു. ദൈവാനുഗ്രഹത്തിൻ്റെ പേരിൽ 2 സ്റ്റേറ്റ് അവാർഡ് ബെസ്റ്റ് കോമഡിയനുള്ളത് ഞാൻ വാങ്ങിച്ചു. അതേപോലെ മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ ആ രാജ്യങ്ങളിലെല്ലാം പോകാനും പരിപാടി അവതരിപ്പിക്കാനും സാധ്യതയുണ്ട്. ഇനി പോകാനുള്ള സൗത്ത് ആഫ്രിക്ക മാത്രമേ ഉള്ളൂ. അത് താമസിയാതെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം വിദ്യാഭ്യാസം എനിക്ക് ഇതിൽ ഒരു ഘടകമായി വന്നില്ല. നമ്മളെല്ലാവരുമായിട്ട് സഹകരിച്ച് എല്ലാവരും സ്നേഹിച്ച് അത് ഒരു കുടുംബം പോലെ കണ്ടാൽ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാകും എന്നുള്ള വിശ്വാസമാണ്. അവിടെ നിന്ന് പിന്നെ മനോരമ തന്നെ ഈ ഒരു ചിരി ഇരുചിരി ബമ്പർച്ചിരി എന്ന് പറയുന്ന ഇതിൽ ജഡ്ജായിട്ട് വിളിച്ചു. അവിടെ നിന്ന് ഒരു 3.5 വർഷത്തോളം ഞാൻ അതിൽ ജഡ്ജായിട്ടിരുന്നു. ഞാനും മഞ്ജു പിള്ളയും സാബുവായിരുന്നു. അത് കഴിഞ്ഞ് കോട്ടയം നസീർ വന്നു. ഞങ്ങളിങ്ങനെ 3 പേരായിരുന്നു ഇരുന്നത്. 3.5 വർഷം കഴിഞ്ഞപ്പം എനിക്ക് തോന്നി 3.5 വർഷമല്ലേ ഒരേ ഇരിപ്പ് ഇരിക്കുന്നു.